ക്രിസ്ത്യൻ ലൈവ് www.christianlive.in. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. അവർ ഫേസ്ബുക്ക് പേജ് മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ്. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in. ക്രിസ്തീയ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ നവമാധ്യമ ലോകത്തെ ക്രൈസ്തവ ശബ്ദം. ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ് ഫേസ്ബുക്ക് പേജിലൂടെയും നിങ്ങൾക്ക് മുമ്പിൽ. അവിടെ നിന്നും വീണ്ടും പ്രിയമക്കളാകാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരിക. ഒന്ന് ഭോഷ്ക് ഉപേക്ഷിക്കണമെന്നും കോപിച്ചാൽ പാപം ചെയ്യരുതെന്നും കൃപയോടുകൂടെ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് അടുത്തത് പ്രിയമക്കളാകാനുള്ള അടുത്ത ഒരു പോയിന്റ് പറയുക. ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ ജനമേ, നീ അവന്റെ പ്രിയ മകനും മകളുമാകണമെങ്കിൽ അവന്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എത്ര പേർക്ക് ഞാൻ പറയാൻ ദൂത് മനസ്സിലാവുന്നുണ്ട്? സന്തോഷത്തോടെ കർത്താവിനെ ഒന്ന് വാഴ്ത്തിയാട്ടെ. എങ്ങനെ ദൈവാത്മാവിനെ ദുഃഖിപ്പിക്കും? പല കാര്യങ്ങളുണ്ട്. ഒന്ന്, യേശു കർത്താവ് ശുശ്രൂഷ ചെയ്തു. യേശു ഭൂതങ്ങളെ പുറത്താക്കി. ഇത് കണ്ടിട്ട് പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ വന്നിട്ട് പറഞ്ഞു, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു. അവർ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. ആമേൻ, സ്തോത്രം. ആമേൻ. കർത്താവ് ശുശ്രൂഷ ചെയ്തത്, ആമേൻ, സ്തോത്രം, ഏത് ആത്മാവിലാണെന്ന് അവരൊരു വിധി എഴുതുകയാണ്. നാം അനേകരെ വിധിക്കാൻ പോകരുത്. ആമേൻ, സ്തോത്രം. ആമേൻ, ആമേൻ. വിധിക്കുന്നത് കർത്താവാ. ആമേൻ, സ്തോത്രം. ഒരുവന്റെ മേൽ ആമേൻ ഉള്ള ആമേൻ പരിശുദ്ധ ആത്മാവിനെതിരെയാ നീ സംസാരിച്ചതെങ്കിൽ അത് നിനക്ക് ബുദ്ധിമുട്ടാകും. രണ്ടാമത് പരിശുദ്ധാത്മാവിനെ എങ്ങനെ ദുഃഖിപ്പിക്കും? കർത്താവ് എന്നോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. എൻ്റെ പേര് മോനേഷ് എന്നാണ്. ഞാൻ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം ബിബിൻ ബദർ ഇവിടെ ഇന്ന് പറയുക. മോനേഷ് പറഞ്ഞു, മോനേഷ് പറയുന്നു, മോനേഷ് പറയുന്നു. ഞാൻ പറഞ്ഞിട്ട് പോലുമില്ല. ഞാൻ അവിടെ വന്നിരിക്കുക, ഇദ്ദേഹം പറയുക മോനേഷ് പറയുന്നു, മോനേഷ്. ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് വിഷമമല്ലേ? നമ്മൾ ചുമ്മാതെ പരിശുദ്ധാത്മാവ് തരാത്തത് തന്നെന്ന് പറയണ്ട. പരിശുദ്ധാത്മാവ് ദുഃഖിക്കുക. ഇവിടെ കർത്താവ് തന്നിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ഒരാൾ അടുത്ത് വന്നു, പുള്ളിയോട് എന്തെങ്കിലും പറയണ്ടേ? ഇരിക്കട്ടെ ഒരു സാധനം. ഹലോ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കണ്ട. അവൻ നമ്മുടെ നടുവിലുണ്ട്. അവൻ ആത്മാവ്, അവൻ നമ്മുടെ നടുവിലുണ്ട്. അവൻ തരാത്തതൊന്ന് നീ ആമേനാമി പറയണ്ട. പരിശുദ്ധാത്മാവ് തന്നെന്ന് നീ ചുമ്മാ പറയണ്ട. അത് ദൈവം ദുഃഖിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ആമേന, ഇവിടെ ഇരിക്കുന്ന ആരുമാകട്ടെ, മനുവോ ജോസഫ് പറയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ആ അച്ഛന് ബുദ്ധിമുട്ടുണ്ടാവുമോ? ഉണ്ടാവും അച്ഛാ, ഉണ്ടാകും. ആമേ, നമ്മൾ ചുമ്മാതെ ആമേ ഞാനൊരു പ്രവാചകനാ അല്ലെങ്കിൽ ഞാനൊരു ശുശ്രൂഷകനാണെന്നൊക്കെ കാണിക്കാൻ നമ്മൾ ചുമ്മാ ഒരു കസർത്തൊക്കെ ചിലപ്പോൾ കസർത്തും. എത്ര പേർക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? പിന്നെ നമ്മളെ വിളിച്ചതല്ലേ, അദ്ദേഹം വന്നതല്ലേ, ഒരു ചുമ്മാ ഒരു സംഭവം ഇട്ടില്ലെങ്കിൽ നമ്മുടെ ഇതങ്ങ് പോയാലോ? എങ്കിൽ പിന്നെ ഉടനെ ഇരിക്കട്ടെ അച്ഛാ, ഞാൻ കാണുന്നു ഒരു മാമ്പഴം ആടി. സ്വോത്രം. പ്രത്യേകിച്ച് എടാ തരാത്ത നീ പറയണ്ട. എത്ര പേർക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ആമേൻ, സ്തോത്രം. ഒരാളുടെ ശുശ്രൂഷയെ നീ വിലയിരുത്തണ്ട. ആമേൻ, സ്തോത്രം. അദ്ദേഹത്തിലൂടെ അത്ഭുതങ്ങൾ, വിടുതലുകൾ നടക്കുമ്പോൾ ആമേൻ, സ്തോത്രം, ഏത് ആത്മാവെന്ന് ആമേൻ അവർ യേശുവിനെതിരെ തിരിഞ്ഞു. അത് ആമേൻ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതിന് കാരണമായി. ദൈവാത്മാവ് തരാത്തതൊന്ന് തന്നുവെന്ന് നമ്മൾ അവന്റെ പേര് പരിശുദ്ധാത്മാവ് തന്നു, കർത്താവ് പറയുന്നു എന്ന് പറഞ്ഞ് ചുമ്മാ പറയണ്ട. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. പൗലോസ് പറയുന്നു പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. 3, ദൈവസന്നിധിയിൽ കർത്താവ് പറയുന്നു, 2 or 3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടി വരുന്നു അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ട്. അപ്പൊ കർത്താവ് ഇവിടെ ഉണ്ട്. കർത്താവ് ഇവിടെ ഉണ്ടോ? ഉണ്ട്. നമ്മുടെ മധ്യത്തിൽ കർത്താവ് ഉണ്ട്. ആ ബോധ്യത്തോടെ വേണം വന്നിരിക്കാൻ. ഇവിടെ വന്നിരിക്കുമ്പോൾ ഇതിന്റെ ഇടയ്ക്കൂടെ ആമേ 2 ആപ്പ് കുത്തി, ആപ്പിനകത്തൂടെ 2 ചിലർക്ക് ആമേ മെസ്സേജിന്റെ ഇടയിലാ, ചിലര് ആമേ പ്രാർത്ഥനയുടെ ഇടയിലാ ആമേ ഫോൺ കളിക്കുന്നത്. ഇത് ദൈവത്തിന്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കുന്നതിന് തുല്യമാണ്. ചിലർ ആലയത്തിൽ വരുന്നത് വിമർശന ബുദ്ധിയോടെയാ, എന്ത് കുറ്റം കണ്ടുപിടിക്കാം എന്നുള്ള ചിന്തയോടുകൂടിയാ. എവിടെ ഇവനെ കുടുക്കേണ്ടു, എവിടെ ഇവനൊരു കുറ്റം കണ്ടുപിടിക്കാം എന്നുള്ള ചിന്തയോടെ വരുന്നുണ്ട്. അത് നീ ദൈവാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ്. ആമേ ചിലര് ആമേ സ്വത്രം വിമർശിക്കുക. ഇത്ര കൈ അടിക്കണോ,
ഇത്ര ആമേനാമി പാട്ട് പാടണോ? ഇത്ര അന്യഭാഷ പറഞ്ഞ് ചാടേണ്ട കാര്യമുണ്ടോ? സൈലന്റ് ആയിട്ട് ഇങ്ങനെ. പെട്ടകത്തിന്റെ ഉയരവും നീളവും അതിന്റെ ആഴവും വീതിയും ഒക്കെ തീരുമാനിക്കേണ്ടത് ആമേൻ സ്തോത്രം നോഹയല്ല, അത് തീരുമാനിക്കേണ്ടത് ഉടയ തമ്പുരാനാ. എടാ നീ അല്ല അതിന്റെ ഉയരവും നീളവും ആരവും തീരുമാനിക്കണ്ടേ. ആമേ ആലയത്തിനകത്ത് ദൈവാത്മാവിന്റെ ആരാധന, അതിന്റെ അളവും അതിന്റെ ഉയരവും അതിന്റെ നീളവും തീരുമാനിക്കേണ്ടത് അച്ചായനല്ല. ആ ദൈവത്തിന്റെ ദാസന് ദൈവം കൊടുത്ത അളവിനനുസരിച്ച് പണിയും. അതിനോട് ചേർന്ന് നീ നിന്നാൽ നിനക്ക് നന്മയുണ്ടാകും. ഈ പകൽ എത്ര പേർ ദൂത് മനസ്സിലാക്കുന്നുണ്ട്? എത്ര പേർ ദൂത് ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ട്? പരിശുദ്ധ ആത്മാവിനെ ദുഃഖിപ്പി